രാവിലെ തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീസിന്റെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. മാത്രമല്ല ഒരു കറിയുടെ പോലും ആവശ്യമില്ലാതെ രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ആട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് സിറപ്പിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹണിയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. കുട്ടീസിനൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. വേറെ ബീറ്ററോ മിക്സിയുടെ ജാറോ ഒന്നും തന്നെ വേണ്ട. ഇതേപോലെ ഒരു ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോക്കോ ഉപയോഗിക്കുക. നല്ലോണം തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അലന്ന് വരണം. ഇനിതാ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ലോണം തന്നെ ഒന്നുകൂടെ അരിച്ചെടുക്കാം. ഇതേപോലെ ഇങ്ങോട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. നമ്മുടെ മുട്ടയും പഞ്ചസാരയൊക്കെ ആയിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ വെളിച്ചെണ്ണയോ പാം ഓയിലോ ഒന്നും ചേർക്കരുത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ആദ്യമേ ഒരുമിച്ച് ഒഴിക്കേണ്ട. ഇതേപോലെ കുറച്ച് കുറച്ച് ചേർത്ത് നല്ലോണം തന്നെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല കേട്ടോ, സാധാരണ കവർ പാല് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടത് ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്കിൻ്റെ മിക്സ് തന്നെയാണ്. ഒരു 10 മിനിറ്റ് തികച്ച് വേണ്ട നമുക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നല്ല ചൂടായ പാനിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കിങ്ങനെ റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. ബട്ടർ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട്. ഇതേപോലെ ഒരു തവി മാവങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക കേട്ടോ. അതിനുശേഷം മൂടി വെച്ച് റെഡിയായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം തന്നെ കളറൊക്കെ മാറി റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറുവശവും കൂടി നല്ലോണം തന്നെ പതുക്കെ ഒന്നും കൂടെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് വലിപ്പത്തിലൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളൂ. അടുത്തതും അതേപോലെ തന്നെ നമുക്ക് മാവ് കോരി ഒഴിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വേറെ ബട്ടറോ നെയ്യോ രണ്ടാമതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യത്തെ ഒരു തവണ മാത്രമാട്ടോ ചേർത്തിട്ടുള്ളൂ. വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നിറച്ച് തന്നെ കുത്തുകളൊക്കെ വന്ന് അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം തന്നെ റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ പാൻ കേക്കും ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ. അങ്ങനെ ഒരു പ്ലേറ്റ് നിറയെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കുട്ടി പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ നിറച്ച് കുത്തുകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടിയൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. പ്രത്യേകിച്ച് യാതൊരുവിധ കറികളുടെയും ആവശ്യമില്ല. നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് നല്ല മധുരമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹണിയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.